നമസ്കാരം. ചരിത്ര കൗതുകങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് വ്യവസ്ഥാപിതമായ ഒരു ചരിത്രമുണ്ട്. എല്ലാ നാട്ടിനും അതാത് നാട്ടിലെ അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രമായിരിക്കും നമ്മളെപ്പോഴും പഠിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഇതിന് അനുബന്ധമായി സാധാരണ മനുഷ്യരുടെ ഒരു ചരിത്രം കൂടി ഉണ്ടാവും. അത് പക്ഷേ ചരിത്ര പുസ്തകങ്ങളുണ്ടാവില്ല. മിക്കപ്പോഴും അത് പാട്ടുകളായിട്ടോ അല്ലെങ്കിൽ ഫോക്ക്ലോർ ആയി, വാമൊഴികളായി, കഥകളായി ഒക്കെ ആയിരിക്കും അത്തരം ചരിത്രം നിലനിൽക്കുന്നത്. നമുക്ക് അറിയാം, തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ദൈവം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയാണ്. അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യമൊക്കെ നമുക്കറിയാം. അതേ പത്മനാഭസ്വാമി തിരുവനന്തപുരത്തെ ആദിവാസി സമൂഹമായ കാണിക്കാരുടെ കഥയിൽ മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്. ഈ കാണുന്ന പ്രൗഢിയൊന്നുമില്ലാത്ത ഒരു വേല ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു പത്മനാഭനെ കാണിക്കാരുടെ വാദപ്പാട്ടിൽ കാണാൻ പറ്റും. ഈ പാട്ട് ഇരിഞ്ചൻ സെബാസ്റ്റ്യൻ സാറാണ് ആദ്യം സമാഹരിച്ചതായി മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പാട്ടിലെ കഥയെ എൻ്റെ നോവലായ ഇരുവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ രണ്ട് വീക്ഷണങ്ങളെ കാണിക്കാൻ, അല്ലെങ്കിൽ ഒരേ സംഗതിയെ രണ്ട് വിഭാഗം മനുഷ്യർ, അധികാരമുള്ളവരും അധികാരമില്ലാത്തവരും എങ്ങനെ കാണുന്നു, സാമാന്യ ജനത എങ്ങനെ കാണുന്നു, ആദിവാസികൾ എങ്ങനെ കാണുന്നു എന്ന് കാണിക്കാൻ ഈ കഥ ഉപകരിക്കും. നമുക്ക് ഈ വാദപ്പാട്ടിലെ പത്മനാഭനെ ഒന്ന് പരിചയപ്പെടാം. പാണ്ഡ്യരാജ്യത്തെ രാജാവായിരുന്നു പാണ്ഡ്യൻ. അവൻ വലിയൊരു രാക്ഷസനായിരുന്നു, ഭീകരനായിരുന്നു, വലിയ പോരാളിയാണ്, യുദ്ധവീരനായിരുന്നു, വലിയ ക്രൂരനായിരുന്നു. ഈ പാണ്ഡ്യൻ ഒരു പ്രായമായപ്പോൾ അവന് കല്യാണം കഴിക്കാൻ തോന്നി. അങ്ങനെ അവൻ പെണ്ണന്വേഷിച്ചിറങ്ങി. ലോകം മൊത്തം നടക്കുകയാണ്. അവൻ 1003 മുഴം നീളമുള്ള ഒരു വടിയുണ്ട് അവൻ്റെ കയ്യിൽ. അങ്ങനെ അവൻ ഈ വടിയും ഇടിച്ചിടിച്ച് ലോകം മൊത്തം സഞ്ചരിക്കണം അവനൊത്തൊരു പെണ്ണിനെ കാണാൻ വേണ്ടി. അങ്ങനെ നടന്ന് ഇവൻ്റെ വടിയുടെ 1000 മുഴവും ഒരഞ്ഞ് തേഞ്ഞു പോയി. അങ്ങനെ അവസാനം അവൻ അനന്തപുരിയിലെത്തുന്നു, തിരുവനന്തപുരത്തെത്തുന്നു. അവിടെ നമ്മുടെ പത്മനാഭൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. പത്മനാഭൻ്റെ കൊട്ടാരത്തിൽ വന്നു അവിടെ അതിഥിയായിട്ട് കൂടി. അങ്ങനെ നോക്കുമ്പോഴാണ് പത്മനാഭൻ്റെ അനിയത്തി ചീതയെ കാണുന്നത്. സീതയല്ല, ചീതയെ കാണുന്നു. അപ്പോൾ ചീതയെ കണ്ടപ്പോൾ പാണ്ഡ്യന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അതിസുന്ദരിയാണ്, നല്ല ദ്രാവിഡത്തുള്ളൊരു പെണ്ണാണ്. അപ്പോൾ പത്മനാഭനോട് വന്ന് പറഞ്ഞു, എനിക്ക് ഈ പെൺകുട്ടി ചീതയെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞു. പത്മനാഭന് നിരസിക്കാൻ പറ്റില്ല. കാരണം പത്മനാഭന് പാണ്ഡ്യൻ വരുന്നെന്ന് കേട്ടപ്പോഴേ പത്മനാഭൻ്റെ മുട്ടടിച്ചു തുടങ്ങി. അപ്പോൾ പത്മനാഭൻ സമ്മതിച്ചു. 7-ാം നാൾ, ഇന്നേക്ക് 7-ാം നാൾ ഞാൻ മടങ്ങി വരും, അന്നേക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പാണ്ഡ്യൻ തിരിച്ചു തൻ്റെ പാണ്ഡ്യനാട്ടിലേക്ക് പോയി. കൃത്യം 7-ാം നാളായപ്പോൾ പാണ്ഡ്യൻ ഒറ്റയ്ക്കാണ് വരുന്നത്. പാണ്ഡ്യൻ വന്നു, കല്യാണം കഴിക്കാൻ വന്നു. പരിവാരങ്ങളൊന്നുമില്ല, അയാൾക്ക് ഒറ്റ മതി, അയാൾ ഒറ്റയ്ക്ക് വന്നു. അങ്ങനെ വന്നു, ചീതയെ കല്യാണം കഴിച്ചു. പത്മനാഭസ്വാമി പെണ്ണിനെ പിടിച്ച് കയ്യിലേൽപ്പിച്ചു. ഒപ്പം തൻ്റെ പകുതി സമ്പത്ത്, വൈരം, സ്വർണങ്ങളെല്ലാം അടങ്ങിയ പകുതി സമ്പത്തും തൻ്റെ സൈന്യത്തിൽ പകുതിയും കൊടുത്തു. ഒപ്പം തൻ്റെ 4 മന്ത്രിമാരുണ്ടായിരുന്നു, അതിൽ 2 മന്ത്രിമാരെയും പാണ്ഡ്യന് കൊടുത്തു. പാണ്ഡ്യൻ പോയി. എന്നിട്ട് പാണ്ഡ്യൻ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ മച്ചുനനെ കാണാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. അങ്ങനെ പാണ്ഡ്യൻ പോയ പാടെ നമ്മുടെ പത്മനാഭസ്വാമിക്ക് ഭയം തുടങ്ങി. കാര്യം ഇനി പാണ്ഡ്യൻ വരുന്നത് വേറെ രൂപത്തിലായിരിക്കും, അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇതൊക്കെയാണ് പത്മനാഭൻ്റെ ചിന്ത. കാരണം വലിയ രാക്ഷസനാണ്, അയാളെ ഭയമുണ്ട്. പക്ഷേ കൃത്യം ഒരാഴ്ച ആയപ്പോൾ പാണ്ഡ്യൻ വന്നു. പാണ്ഡ്യൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ പത്മനാഭസ്വാമി തൻ്റെ ബാക്കിയായ 2 മന്ത്രിമാരും സൈന്യവും ചേർത്ത് കിഴക്കൻ മലയിലേക്ക് പോയി. കിഴക്കൻ മല എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗസ്ത്യകൂട മലയിലേക്ക് പോക്കളഞ്ഞു. അങ്ങനെ അയാളുടെ സ്വർണം, വൈരങ്ങൾ, ഈ പറഞ്ഞ സമ്പത്തെല്ലാം ചുമന്നിട്ടാണ് ഈ സൈന്യം ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത്. അങ്ങനെ പോയി 900 കാതം നടന്നിട്ട് അയിനി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു. അവിടെ ഇരുന്നിട്ട് ഈ സ്വത്തിൽ പകുതി അവിടെ കുഴിച്ചിട്ടു. എന്നിട്ട് വീണ്ടും വിശ്രമം എടുത്തതിന് ശേഷം അടുത്ത ദിവസം വീണ്ടും യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് അഗസ്ത്യർകൂടത്തിലെത്തി, നാച്ചിയാർ മൊട്ടയിലെത്തി. അവിടെ ചെന്ന് ആദിവാസികളോടൊപ്പം താമസം തുടങ്ങി. ആലോചിച്ച് നോക്കണം, നമ്മുടെ പുരാണത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായി നമ്മൾ സങ്കല്പിക്കുന്ന
ഈ വലിയ ദൈവമാണ് ഈ പറഞ്ഞ ആദിവാസികളുടെ വാദപ്പാട്ടിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ചെന്ന് അവരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. അവിടെ ജീവിച്ചു എന്ന് മാത്രമല്ല, വെറുതെ താമസമല്ല ചെയ്യുന്നത്. ഈ വലിയ സമ്പത്ത് ബാക്കി കൊണ്ടുപോയതെല്ലാം അവിടെ നാച്ചിയാർ മുട്ടയിൽ കുഴിച്ചിട്ടു, നിധി എല്ലാം കുഴിച്ചിട്ടു. പത്മനാഭസ്വാമി എന്തെന്ന് ചോദിച്ചാൽ അവിടെ വെട്ടിവേല ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. വെട്ടിവേല ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണ കൂലിപ്പണിക്കാർ ചെയ്യും പോലെ കിളയിലും ഒക്കെ ആയിട്ട് താമസം തുടങ്ങി. പലതരം കൃഷികൾ തുടങ്ങി. അതിലൊന്ന് വെറ്റില കൃഷിയൊക്കെ തുടങ്ങി എന്നാണ് പാട്ടിൽ പറയുന്നത്. അങ്ങനെ ഇരിക്കെ 7-ാം ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ പാണ്ഡ്യൻ തൻ്റെ ഭാര്യ സീതയുമായിട്ട് പത്മനാഭനെ തിരക്കി വന്നു. ഇവിടെ വന്നപ്പോൾ കൊട്ടാരത്തിൽ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല. കൊട്ടാരം അടച്ചിരിക്കുന്നു, സൈന്യത്തെ കാണാനില്ല, അവിടെ ആരെയും കാണാനില്ല. അപ്പോൾ നമ്മുടെ പാണ്ഡ്യൻ്റെ കൂടെ ഉള്ള 2 മന്ത്രിമാർക്ക് പത്മനാഭസ്വാമിയെക്കുറിച്ച് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാം, അദ്ദേഹം എങ്ങനെ പെരുമാറുമെന്നറിയാം, പോയാൽ എങ്ങോട്ട് പോകുമെന്നൊക്കെ അറിയാം. പടിഞ്ഞാറോട്ട് പോകാൻ പറ്റില്ല, അതിനപ്പുറം കടലാണ്, പോകാൻ സാധ്യത കിഴക്കോട്ടാണ്. അങ്ങനെ ഈ പറഞ്ഞ 2 മന്ത്രിമാർ പാണ്ഡ്യനോട് പറഞ്ഞു, പത്മനാഭസ്വാമി പോയെങ്കിൽ അത് കിഴക്കോട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അവരുടെ പാണ്ഡ്യൻ്റെ പടയും ഇങ്ങനെ സഞ്ചരിച്ച് എവിടെ വന്നു, ഐനി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെ ലക്ഷണം കണ്ടു, പത്മനാഭസ്വാമി ഇരുന്ന കസേര ഇരിപ്പിടം കണ്ടു. അതിനുശേഷം അവർ പിന്നെയും സഞ്ചരിച്ച് നമ്മളെ പറഞ്ഞ നാച്ചിയാർ മുട്ടയിലെത്തി. അവിടെ നോക്കിയപ്പോൾ വലിയ കൊട്ടാരം, പത്മനാഭസ്വാമി അവിടെ കൊട്ടാരമൊക്കെ നിർമ്മിച്ചിരിക്കുകയാണ്. പാണ്ഡ്യൻ അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. എൻ്റെ മച്ചനൻ അത്ര നിസ്സാരക്കാരനല്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കി. അവരോട് കാണിക്കാരോട് ചോദിച്ചു, എവിടെ പത്മനാഭസ്വാമി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കാണിക്കാർ പറഞ്ഞത്, പത്മനാഭസ്വാമി വെറ്റപ്പാത്തിക്ക് വെള്ളം കോരാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, വലിയ ദൈവം വെറ്റില കൃഷി നടത്തിയിട്ട് അതിലിങ്ങനെ വെള്ളം കോരാനായിട്ട് രാവിലെ പണി ചെയ്യാൻ പോയിരിക്കുന്നു പറഞ്ഞു. ശരി, ഞാനിവിടെ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് പാണ്ഡ്യനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അവിടെ കാത്തിരുന്നു. അടുത്ത ദിവസം വന്നില്ല. അടുത്ത ദിവസം വീണ്ടും ചോദിച്ചു, എവിടെ പത്മനാഭസ്വാമി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, നമ്മളീ പറഞ്ഞ പുനം കൃഷി പോലുള്ള കൃഷി ചെയ്യുകയാണ് പത്മനാഭൻ. അത് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഗതി കെട്ടിട്ട് കാണിക്കാരുടെ മൂപ്പൻ നേരെ കാട്ടിപ്പോയി പത്മനാഭസ്വാമി പറഞ്ഞു, ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, ആ പാണ്ഡ്യൻ പോവാൻ ഒരു സാധ്യതയില്ല, അയാൾ അവിടെ തന്നെ കാവലിരിക്കുന്നു, മച്ചുനനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ഗതികെട്ട് പത്മനാഭസ്വാമി തൻ്റെ മന്ത്രിമാരും ഉള്ള പരിവാരങ്ങളുമായിട്ട് തിരിച്ചുവിടെ വന്നു. നാച്ചിയാർ മുട്ടയിൽ വന്നു, പാണ്ഡ്യനെ കണ്ടു. അപ്പോഴാണ് മനസ്സിലാവുന്നത്, പാണ്ഡ്യൻ അങ്ങനെ മഹാവീരനാണെങ്കിലും ക്രൂരനോ അല്ലെങ്കിൽ മോശക്കാരനോ അല്ല. അളിയനെ കണ്ട സന്തോഷത്തിൽ പാണ്ഡ്യൻ ഓടി വന്ന് പത്മനാഭസ്വാമിയെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അവർ ഭയങ്കര സന്തോഷത്തിലായി. അതോടുകൂടി പത്മനാഭസ്വാമിക്ക് പാണ്ഡ്യനോടുള്ള ഭയവും ഈ പറഞ്ഞ മുൻവിധിയെല്ലാം മാറി. അവർ ഭയങ്കര കൂട്ടായി. പിന്നെ പാണ്ഡ്യൻ പത്മനാഭസ്വാമിയെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വിളിച്ചു. അപ്പം പത്മനാഭസ്വാമി പറഞ്ഞു, ഞാനെന്തായാലും കൃഷി തുടങ്ങിയതല്ലേ, ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് വരാം, അതാണല്ലോ എൻ്റെ രീതി എന്ന് പറഞ്ഞു. എന്നാൽ ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് പാണ്ഡ്യനും കൂടെ പത്മനാഭസ്വാമിയോടൊപ്പം കൃഷി ചെയ്യാൻ കൂടി. അങ്ങനെ ഈ വലിയ അസുരനും വലിയ ദൈവവും ചേർന്നിട്ട് കാട് വെട്ടിത്തെളിച്ച് കൃഷി തുടങ്ങി. അവിടെ വന്നിട്ട് അവർ കുറേ വിത്ത് വിതച്ചു. ഈ പറഞ്ഞ തേന അങ്ങനെയുള്ള വിത്തുകളാണ്. ആ വിത്തുകളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ആ വാദപ്പാട്ടിലേക്ക് ഇറങ്ങിയാൽ അന്ന് ഉപയോഗിച്ചിരുന്ന വിത്തുകളൊക്കെ കിട്ടും. കമ്പം പുല്ല്, കളിവരവ്, അതുപോലെ നാട്ടിറങ്ങ്, മൊട്ടിറങ്ങ്, ഇതൊക്കെയാണ് കൃഷി ചെയ്തത്. അങ്ങനെ പത്മനാഭനും പാണ്ഡ്യനും കൂടെ കാട് വെട്ടിത്തെളിച്ച് കൃഷി തുടങ്ങി. അത്ഭുതം എന്തെന്നാൽ, നട്ടത് നമ്മളല്ലല്ലോ, നട്ടത് വലിയ ആളുകളല്ലേ. 7-ാം ദിവസം അവർ ചെന്ന് നോക്കിയപ്പോൾ ഈ പറഞ്ഞ ഇറങ്ങുകളെല്ലാം പൂത്ത് കാച്ചു നിൽക്കുന്നു. ഈ പറഞ്ഞ കളിവരവ് ഇതെല്ലാം പൂത്ത് ധാന്യങ്ങളായിട്ട് നിൽക്കുന്നു. അതിനൊപ്പം ഒരു അത്ഭുതമായൊരു കാഴ്ചയും കണ്ടു. ഈ മേഘം ഇറങ്ങി വരുന്നത് പോലെ തേനീച്ചകൾ കൂട്ടം കൂട്ടമായി വന്നിട്ട് ഇതിൽ നിന്ന് തേൻ കുടിച്ച് തിരികെ പോകുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ ചീതയ്ക്കും ഒരാഗ്രഹം വന്നു. ചീത പറഞ്ഞു, അണ്ണ എനിക്ക് തേൻ കുടിക്കണം എന്ന് പറഞ്ഞു. പത്മനാഭൻ്റെ അനിയത്തി പാണ്ഡ്യൻ്റെ ഭാര്യ. അപ്പം പത്മനാഭൻ പാണ്ഡ്യനെ വിളിക്കുന്നത് മച്ചുനൻ എന്നും പാണ്ഡ്യൻ പത്മനാഭനെ വിളിക്കുന്നത് മൈലവൻ എന്നുമാണ്. അതാണ് ആ വാക്കുകൾ. തേൻ കുടിക്കാൻ കൊതിയായി. അങ്ങനെ മച്ചുനനും മൈലവനും കൂടി എന്ത് ചെയ്തു, തേനീച്ചകളെ പിന്തുടരാൻ തുടങ്ങി. ഒരു തേനീച്ചയുടെ ചിറകിൽ ഒരു വാഴനാര് കെട്ടി അതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ദൂരെ ഒരു നങ്കു മരത്തിൻ്റെ മുകളിൽ വലിയ തേനറ കണ്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ
തേനെടുക്കാൻ വേണ്ടി മരത്തിൽ കയറി മുകളിൽ ചെന്നപ്പോൾ അവിടെയാണ് ഈ വാദപ്പാട്ടിലെ അതിമനോഹരമായ ഒരു പ്രയോഗം. അത് നമ്മുടെ തെക്കൻ പാട്ടുകളിൽ അല്ലെങ്കിൽ നാടൻ പാട്ടുകളിൽ ഫോക്ക്ലോറുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ കേട്ടു പോകുമ്പോൾ നമ്മളെയൊക്കെ പിടിച്ചിരുത്തുന്ന ഒരു പ്രയോഗം കണ്ട് നമ്മളത് സ്തബ്ധരായി നിന്ന് പോകും. അതിനകത്തൊരു പ്രയോഗം ഇങ്ങനെയാണ്: പുള്ള ഉറക്കിയിട്ട പോലെ തേനിരിക്കുന്നു എന്നാണ്. ആലോചിച്ച് നോക്കുക, ഇത്രയും മൃദുവായി ഒരു തേൻ കൂടിനെ ഇതിനപ്പുറം മൃദുവായി എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ഏത് കവിക്ക് എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയും? അങ്ങനെ പുള്ള ഉറക്കിയിട്ട പോലെ തേനിരിക്കുന്നു. ആ തേനറ പൊളിച്ച് അത് മൂന്നായിട്ട് തിരിച്ച് പാണ്ഡ്യനും പത്മനാഭനും സീതയും കൂടെ പങ്കിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു കൃഷിയെല്ലാം വിളവെല്ലാം എടുത്തു. അതിനുശേഷം പറഞ്ഞു ഇനി വെള്ളം വേണം, ഇത് നാട്ടിൽ വെള്ളമില്ല, വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പാണ്ഡ്യനും പത്മനാഭനും കൂടെ ഈ മലയുടെ പശ്ചിമഘട്ട മലയാണിത്, ആ മലയിലേക്ക് ചെല്ലുന്നു. ഒരു മലയുടെ മുകളിൽ ചെന്നിട്ട് അവരുടെ കയ്യിലെ അവർ മലയിലിങ്ങനെ തട്ടി നോക്കിയപ്പോൾ അകത്ത് വെള്ളത്തിൻ്റെ ഇരമ്പം കണ്ടു. വെള്ളത്തിൻ്റെ ഇരമ്പം കേട്ടപ്പോൾ പത്മനാഭസ്വാമി ഒരു കുന്താലി എടുത്ത് മലയുടെ പള്ളയിൽ കൊത്തി, മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കൊത്തി. പാണ്ഡ്യൻ മലയുടെ കിഴക്ക് ഭാഗത്ത് കൊത്തി. അങ്ങനെ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് അപ്പോൾ തന്നെ ഒരു പ്രവാഹം ഉണ്ടായി. അതൊരു രണ്ട് നദികളായി, ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചു. അപ്പോൾ പത്മനാഭൻ പറഞ്ഞു, ഞാൻ ഈ നദിക്കൊപ്പം നടന്ന് ഞാൻ അങ്ങ് അടിക്കടലിൽ ചെന്ന് പള്ളി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പത്മനാഭൻ പടിഞ്ഞാറോട്ട് നടന്നു. എന്നാൽ ഞാൻ കിഴക്കോട്ട് നടന്ന് ഈ നദിക്കൊപ്പം നടന്ന് തലയ്ക്കൽ ചെന്ന് പള്ളി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പാണ്ഡ്യൻ കിഴക്കോട്ടും നടന്നു. അങ്ങനെ പടിഞ്ഞാറോട്ട് പോയ നദിയുടെ പേര് മയിലാറ്. നമ്മുടെ പത്മനാഭൻ അതിനൊപ്പം നടന്നു, ധാരാളം വെള്ളം കുടിച്ചു. ഇങ്ങനെ ആഘോഷമായി നദിയും കൊണ്ട് പത്മനാഭൻ പടിഞ്ഞാറോട്ട് നടന്നു. കിഴക്കോട്ട് പോയതിൻ്റെ പേര് മണിമുത്താറ്. പാണ്ഡ്യൻ എന്ത് ചെയ്തു? അതിനെയും കൊണ്ട് തമിഴ്നാട്ടിലോട്ട് നടന്നു. അങ്ങനെ രണ്ട് നദിയായി, രണ്ട് കഥയായി, രണ്ട് ഇതിഹാസമായി. പത്മനാഭൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും നടന്നു വന്നു. ആ നടന്നു വന്ന ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്. ഇപ്പം മൂന്നാറ്റുമുക്ക്, ഇങ്ങനെ പല പല പേരുകളിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഈ നദി വരുന്ന ഭാഗത്തുള്ള സ്ഥലങ്ങൾക്ക് ഈ പേരുകളൊക്കെ ഉണ്ട്. ആ നദി വന്ന വഴിയിലുള്ള സ്ഥലങ്ങളുടെ പേരാണ്: പൊച്ചം കൊണ്ടുപോയിടത്ത് പൊച്ചാണി എന്ന് പേര് വന്നു, മുട്ടം കൊണ്ടുപോയിടത്ത് മുലാത്തോൽ എന്ന് പേര് വന്നു, ചിരവ കൊണ്ടുപോയിടത്ത് തെച്ചപ്പാറ എന്ന പേര് വന്നു, രണ്ടാറ് വന്ന് കൊണ്ടിടത്ത് രണ്ടാറ്റുകുടിൽ എന്ന പേര് വന്നു, മണ്ണ് കൊണ്ട് ഇടിഞ്ഞെടുത്ത് മണ്ണിടിഞ്ഞാൻ എന്ന പേര് വന്നു, തീ കൊണ്ടുപോയ സ്ഥലം തീപ്പാഞ്ചി എന്ന് അറിഞ്ഞു, കൈത കൊണ്ട് നട്ടിടത്ത് കൈതക്കുഴി എന്ന പേര് വന്നു, ചാരു കൊണ്ട് നട്ടിടം ചാരുപാറ, പെട്ടി കൊണ്ട് വെച്ചിടം പെട്ടിയല്ല്, പൊരി കൊണ്ട് ചെന്നിടം പൊരിയങ്കയം, മണൽ കൊണ്ട് തട്ടിയിടം മാഞ്ചാല, പേപ്പട്ടിയെ കണ്ടിടം പേപ്പാറ, ചോമ്പ് കൊണ്ട് തട്ടിടം ചോമ്പിലങ്കയം, ഓവ് കൊണ്ട് വെച്ചിടം ഓടയംപാറ, മൂന്നാറ് ചേർന്നിടം മൂന്നാറ്റുമുക്ക്, അരി കൊണ്ട് വന്നിട്ട ഇടം അരുവിക്കര. അങ്ങനെ അവർ ഓരോരോ സ്ഥലങ്ങൾ കടന്ന് പത്മനാഭസ്വാമി എന്ത് ചെയ്തു? അവസാനം ഈ പറഞ്ഞ തിരുവനന്തപുരം നഗരത്തിൽ ഈ അനന്തൻ കാട്ടിൽ വന്നു. അവിടെ വന്ന് ശയിച്ചു. നേരത്തെ പാണ്ഡ്യന് കൊടുത്ത വാക്കനുസരിച്ച് അവിടെ വന്ന് കാട്ടിൽ ശയിച്ചു. പിന്നീടെന്തോ ആ കഥ മിക്കവാറും പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ്. ഈ കാട്ടിൽ പുല്ലെറുക്കാൻ പോയ ഒരു കുറത്തി ഒരു കല്ലിൽ പുല്ലെറുത്തിട്ട് തൻ്റെ അരിവാൾ കല്ലിൽ രാഗിയപ്പോൾ ഈ പറഞ്ഞ കല്ലിൽ നിന്ന് രക്തം വന്നുവെന്നും, അങ്ങനെ അത് നോക്കിയപ്പോൾ അത് ദൈവസാന്നിധ്യമാണെന്നും അത് പത്മനാഭനാണെന്നും കണ്ടെന്നും അവിടെ അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ആ കഥ. അത് പൊതുസമൂഹത്തിൽ കൂടിയുള്ള കഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ പൊതു ചരിത്രങ്ങൾക്കെല്ലാം ബദലായി സാമാന്യ ജനതയുടെ ഒരു ചരിത്രമുണ്ട്. അതിനകത്ത് ഒരുപാട് സത്യം എന്നതുപോലെ അക്കാലത്തെ ജീവിതം, മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യം, മനുഷ്യരും പ്രകൃതിയായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ അന്തർലീനമായിട്ട് കിടപ്പുണ്ടാവും. നമ്മൾ അത്തരം കഥകളിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ചരിത്ര കുതികിക്ക് ചരിത്രത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം കിട്ടുകയുള്ളൂ. നമ്മൾ പൊതുവിൽ കാണുന്ന ചരിത്രം അതാത് അധികാരികൾ നിയമിച്ച ചരിത്രകാരന്മാർ കുത്തിയിരുന്ന് എഴുതിയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കഥ അതിനൊരു ഉദാഹരണമാണ്.
നമ്മൾ കാണുന്ന പത്മനാഭസ്വാമി അല്ല ഈ വാദപ്പാട്ടിലെ പത്മനാഭസ്വാമി. അത് മറ്റൊരാളായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നന്ദി.